1.5 മണിക്കൂറുള്ള ഡിസ്കഷനുകൾക്ക് ശേഷം നമ്മൾ എന്ത് മേടിക്കുന്നു ഗോപികെ? ചെരുപ്പ് മേടിക്കുന്നു. എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് ചെരുപ്പ് കൊടുത്ത് യുവാവ് മാതൃക ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി, ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി. Apa itu Avido lah? Apa itu Avido lah? ഹലോ. അപ്പോൾ ഇന്ന് ശ്രീവിദ്യ മുല്ലശ്ശേരിയല്ല, ഞാനാണ് ഇൻട്രോയൊക്കെ പറയുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ക്യാപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഇന്ന് ഞങ്ങൾ എൻഗേജ്ഡ് ആയിട്ട്, ഞാനും മുല്ലശ്ശേരി എൻഗേജ്ഡ് ആയിട്ട് ഇന്നേക്കിതേ അതെ കാണാവോ ചിന്നു? അതെ എൻഗേജ്ഡ് ആയിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. ജാനുവരി കഴിഞ്ഞ 2023 ജാനുവരി 22-നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അപ്പം ഇന്ന് 1 വർഷം തികയാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വലിയ സർപ്രൈസുകളോ വലിയ പരിപാടികളൊന്നും ഇല്ല. കാരണം കല്യാണത്തിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഭീകരമായിട്ടുള്ളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് എൻഗേജ്മെൻറ്റിന് വലിയ സർപ്രൈസുകളൊന്നുമില്ല. അപ്പോൾ ഇത് രാവിലെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ കൂടെ ജിമ്മിൽ വരുന്നുണ്ട്. അപ്പം ജിമ്മിൽ പോകാനും തിരിച്ച് കൊണ്ടുവിടുന്നത് ഞാനാണ്. അപ്പോൾ രാവിലെ ജിമ്മിൽ പോകാൻ കൂട്ടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ ഒരു സ്വിഗ്ഗി ജീനി വഴി എനിക്കൊരു മുണ്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ ഗിഫ്റ്റായിട്ട്. ഒരു ബ്ലാക്ക് കളർ മുണ്ട്, അത് ഞാൻ കൊടുത്ത് കാണിക്കാം. അപ്പം രാവിലെ എൻ്റെ കയ്യിൽ അങ്ങനെ ഭീകരമായിട്ടുള്ള, ഞാൻ എപ്പോഴും ഈ സർപ്രൈസുകൾക്ക് വീക്കാണ്. പുള്ളിക്കാരിയാണ് സർപ്രൈസിൻ്റെ മെയിൻ ആൾ. സർപ്രൈസ് എന്ന് പറയുന്നത് തരാനും സർപ്രൈസ് കിട്ടാനും ഭയങ്കര താല്പര്യമുള്ള പുള്ളിക്കാരിക്കാണ്. ഞാൻ അതിൽ ഭയങ്കര വീക്കാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ സർപ്രൈസ് ചെയ്താൽ ഇഷ്ടപ്പെടുമെന്നുള്ളതല്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്ന് ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ മുൻകൈ എടുത്ത് നടത്തിയിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തത് നമ്മുടെ ജിമ്മിലെ നമ്മുടെ ട്രെയിനറുണ്ട് ആനന്ദ് വി കാര്യേട്ടനെ കൊണ്ട് ജിമ്മിലൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുണ്ട്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് കൂട്ടാനായിട്ട് വന്നതാണ് മുല്ലശ്ശേരിനെ. പിന്നെ എൻ്റെ കയ്യിലൊരു ചെറിയ ഗിഫ്റ്റുണ്ട്. ഒരു ഡിയോഡറൻ്റ് എൻ്റെ കയ്യിലുണ്ട് തൽക്കാലം ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സ്റ്റാർട്ടിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ. പിന്നെ എന്ത് കൊടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഉച്ചയ്ക്ക് ഗോപികയും വിളിച്ച് എവിടെയെങ്കിലും പോയിട്ടൊരു ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കൊടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അഹങ്കാരം പറയുന്നില്ല. ഒരു വാച്ച് ഞാൻ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ഒരു iWatch മേടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഒരു റിങ് മേടിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ കൊടുക്കാനായിട്ട് ഇനി ഒന്നുമില്ല. പുള്ളിക്കാരിക്ക് വേണമെന്നുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. വേണം എന്ന് നിർബന്ധമുള്ള സാധനങ്ങളൊന്നും ഇനി ബാക്കിയില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയി മുല്ലശ്ശേരിനെ കൂട്ടാം. മുല്ലശ്ശേരിക്ക് ഒരു ഐഡിയ ഇല്ല ജിമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു കേക്ക് കട്ടിങ് പരിപാടി ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ എന്നിൽ നിന്നൊരു സർപ്രൈസും പുള്ളിക്കാരി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും അതൊരു സർപ്രൈസ് ആയിരിക്കും. ആനന്ദ് അവിടെ എല്ലാം രാവിലെ തന്നെ ഒരു കേക്കൊക്കെ റെഡിയാക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് പോയി ശ്രീവിദ്യ മുല്ലശ്ശേരിയെ കൂട്ടാം. ശ്രീവിദ്യ മുല്ലശ്ശേരിയെ വിളിക്കുന്നത് കാണിക്കാനായിട്ട് എൻ്റെ ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ട് വിളിക്കുന്നത് കാണിക്കാൻ തൽക്കാലം പറ്റത്തില്ല. അപ്പം വിളിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഇറങ്ങി വരും. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ബാക്കി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഹാപ്പി എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ടു അസ്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റ് ഓർമ്മകളെന്നൊക്കെ പറയാൻ ഭയങ്കര ഒരു മാജിക്കൽ ദിവസമായിരുന്നു ഈ പറഞ്ഞ പോലെ. കഴിഞ്ഞ വർഷം 22-ാം തീയതി ഈ സത്യം പറഞ്ഞാൽ ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഒരു സ്റ്റാർസ് ക്ലൗഡിൽ നിൽക്കുന്നതൊക്കെ പറയത്തില്ല, അതുപോലെയൊക്കെ ആയിരുന്നു. പെട്ടെന്നായിരുന്നു പരിപാടി കഴിഞ്ഞതും, പെട്ടെന്നായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അതിനുശേഷം ഈ 1 വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വർഷമെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ട്. ഈ വർഷം എന്തായാലും കല്യാണം കഴിക്കും. അതിൻ്റെ ഡേറ്റ് പറ്റുമെങ്കിൽ, ഡേറ്റ് അല്ല മന്ത് പറ്റുമെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ പുള്ളിക്കാരി ഉള്ളപ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യാം.
നമുക്ക് ഞാൻ മുല്ലശ്ശേരിയുടെ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ മുല്ലശ്ശേരിനെ. ഓക്കെ, എന്നിട്ട് നമുക്ക് എൻഗേജ്മെന്റ് ഓർമ്മകൾ ഒരുമിച്ച് പറയാം. ഇത് നമ്മുടെ ചിന്നുവിന്റെ സെക്യൂരിറ്റി ചേട്ടനാണ് ഫ്ലാറ്റിലെ. क्या देख रहा है वीडियो है आज हमारा एंगेजमेंट एनिवर्सरी है. हाँ सेम टू सर. सेम टू नहीं है. ठीक है, सॉरी वो आ रहा है, वेट कर रहे हैं. ठीक है, क्या बिरयानी दे दूंगा. कब? आज दे देगा बिरयानी और केक भी दे देगा. जिन्नत कहाँ है वो? शाम को आएगा, हाँ, तो उसको भी दे देगा. मैं बोल दूं सर. हाँ पक्का. ഹലോ. ठीक है. എൻ്റെ ഹിന്ദിയൊക്കെ പുരോഗമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ വെയിൽ കാരണം നെറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഹിന്ദിയൊക്കെ ദിനം പ്രതി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുല്ലശ്ശേരി വരുന്നുണ്ട്, വരട്ടെ. എൻ്റെ അരയനം തുഴഞ്ഞു വരുന്നുണ്ട് ഒരു ഊളത്തൊപ്പിയൊക്കെ ആയിട്ട്. ഹലോ പറഞ്ഞ കടന്നു വരൂ. വിഷയാനല്ല, നിന്റെ ഊളത്തൊപ്പി കണ്ടിട്ട് നോക്കുന്നത്. ഹാപ്പി ആനിവേഴ്സറി. ചലാ മോതിരം എന്തി? മോതിരം എവിടെ? മോതിരം വീട്ടിൽ മറന്നു വെച്ചാൽ അത് അതുകൊണ്ടല്ല, കഴിഞ്ഞ ഷോയില് ആ മോതിരം ആപ്റ്റ് ആയിരുന്നില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞേ കോസ്റ്റ്യൂമിന് മാച്ച് ആവാതിരിക്കും ഊരിയേക്കാൻ. അങ്ങനെ ഊരി വെച്ച്. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയുള്ളത് മറന്നു വെച്ച് വന്ന് വീട്ടിൽ. അങ്ങനെ ഊരി വെച്ചിട്ട് കാസർഗോഡ് വെച്ചിട്ട് വന്നു. എന്റെ വീട്ടിലല്ലേ വെച്ചാ. ഡിങ്കം കുട്ടി ഇട്ടോണ്ട് നടക്കുന്നുണ്ടാവും. ഡിങ്കം വിഴുങ്ങും. അപ്പം ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി ചിന്നു. ഈ വർഷം നമ്മൾ എന്തായാലും കല്യാണം കഴിക്കുന്നതായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്റെ മിസ്റ്റർ കുഞ്ഞമ്മു നായർ എന്നെ ഓടിക്കും. കുഞ്ഞമ്മു നായരും പത്മകുമാരി ഒക്കെ കൂടെ എന്നെ ഓടിക്കും. ഞങ്ങള് മറ്റേ എന്താണ് നമ്മുടെ ലവ് സക്സസ് ആയതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തി. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ ഒരു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം ഇന്നലെ രാത്രി എനിക്കൊരു മുണ്ട് കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുണ്ട്. അതിന് പകരം നല്ല ഇതെന്റെ ഒരു ചെറിയ ആനിവേഴ്സറി. എൻ്റെ ഒരു ചെറിയ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഈ പെർഫ്യൂം നീ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. തൽക്കാലം ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ സർപ്രൈസ് കൊടുക്കാനൊന്നും അറിയത്തില്ല. നമുക്ക് പയ്യെ വിട്ടാലോ? സംസാരിച്ചു അത് പുറത്തുനിന്ന് ദുബായിന്ന് കൊണ്ടുവന്നതാ. ദുബായിന്ന് നമുക്ക് പയ്യെ ജിമ്മിലോട്ട് പോവാം. പോകുന്ന വഴിക്ക് നമ്മുടെ എൻഗേജ്മെന്റ് ഓർമ്മകൾ അയവർത്ത് പോകാൻ. എന്നെ പകുതിയെ കാണുന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ഇന്നത്തെ സ്റ്റാർ നീയാണ്. നിന്നെ കാണുന്നുണ്ട്, നീ എത്തി നോക്കണ്ട പറയുന്നു. അപ്പൊ ഒരു വർഷം തികയുന്നു. സീറ്റ് ബെൽറ്റ് മുഖ്യം. അതെ, എന്താണ് ഒരു വർഷം തികയുന്ന ഈ സുദിനത്തിൽ നിനക്ക് പറയാനുള്ളത്? ഭാവന ചേച്ചിയുടെയും ഇതാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ ഇപ്പൊ ഫോണില് കണ്ടു. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചല്ലേ ഒരു വർഷത്തില്? വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. നമ്മുടെ മൂന്നാമത്തെ വണ്ടി എടുത്തു. ലൈക്ക് ഇതും അതും പുതിയ വണ്ടിയായിട്ട് മൂന്നാമത്തെ വണ്ടി എടുത്തു. ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. മാറ്റങ്ങള് മുമ്പ് നമ്മളിങ്ങനെ ആരോടും പറയാണ്ട് കാണും. ഇപ്പൊ നമ്മള് എല്ലാരും പറഞ്ഞുകൊണ്ട് കാണും. നമുക്ക് ഒരു ഇത് കിട്ടി. നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഇടാനുള്ള ഒരു പെർമിഷൻ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ജിമ്മില്. ഞാൻ വൈകുന്നേരം പോയിക്കൊണ്ടിരുന്നത് 2 ദിവസമായിട്ടുള്ളൂ. പക്ഷെ രാവിലെ അത് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് അവിടെ ഒരു ട്രെയിനറിന്റെ അവിടെ ജിമ്മിൽ പോണ പോലെ അവിടെ മറ്റേ ഇതില് പോകുന്ന പോലെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോണ പോലെ അവിടെ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വണ്ണം കുറയ്ക്കും. എന്റെ ഫേസ് എന്റെ എല്ലാവരും ചോദിക്കാം എവിടെയാണ് ഈ വണ്ണം കുറയ്ക്കുന്നത്. എന്റെ ഫേസ് ഫാറ്റ് കൂടുതലാ, അത് കുറക്കണം. എനിക്ക് ഇവിടെ ജോ കറക്റ്റ് ആക്കണം. പിന്നെ കുറച്ച് വയറും ചാടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ഒരു വർഷത്തില് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഈ ഒരു വർഷത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മെമ്മറി പറഞ്ഞേ ഏതായിരിക്കും? പെട്ടെന്ന് ചോദിച്ചാ പറഞ്ഞു വെക്കണ്ട, എനിക്ക് ഓർമ്മയില്ല. അതിലൊരു ത്രില്ലില്ല, പറ ഏതായിരിക്കും? നിനക്കേതാ? എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെന്റ് ഡേ ആണ് കഴിഞ്ഞ 2023 ഏറ്റവും രസകരമായിട്ടുള്ള. നിനക്ക് വണ്ടി എടുത്തത് നമ്മൾ ഇതിനിടയിൽ എത്ര തവണ അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും? അടി ഉണ്ടാക്കാറ് ഭയങ്കര കുറവല്ലേ? അതെ പറഞ്ഞ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഉണ്ടാവും, പക്ഷെ അതൊരു കൂടിപ്പോയ ഒരു ദിവസം അല്ലേ? ഭീകരാടികൾ ഉണ്ടാവാറേ ഇല്ല. കൂടിപ്പോയ ഒരു ദിവസത്തിൽ തന്നെ തീരുന്ന ഇതുണ്ടായി. പിങ്കീട് അവിടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ കാറിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. ഇറങ്ങി നടന്ന് പണ്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്.
നന്ദുവിന്റെ കയ്യില കീഴിലാണ് വീണ്ടും വണ്ടി ഞാൻ ഇവളുടെ വീണ്ടും തിരിച്ചു ഇവളുടെ കാറിന്റെ മറ്റേ റിമോട്ട് ഉണ്ടല്ലോ, കീ ഉണ്ടല്ലോ, അപ്പൊ അതെന്റെ പോക്കറ്റിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഇതും എടുത്തിട്ട് തമ്മിലുള്ളൊരു വഴക്കല്ല. അല്ലല്ല, അത് തേർഡ് പാർട്ടി കാരണം ഉണ്ടായ അടിയാണ്. പക്ഷെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കര വഴക്കുണ്ടാവും. ഞാൻ ഇറങ്ങി നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പറ്റുന്നില്ല, നടന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. എനിക്ക് നിവർത്തിയില്ല. മെസ്സേജാ. എനിക്കാണെങ്കിൽ അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കൃഷ്ണചേട്ടനെ വിളിച്ച് തിരിച്ച് ബൈക്കിൽ വീട്ടിൽ പോയി. അപ്പോഴാണ് അറിയുന്ന ചാവി എന്റെ കയ്യിലാണ്. പിന്നെ ചാവി തിരിച്ചു കൊണ്ടുകൊടുത്തു. ഇന്നസെന്റ് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എടാ നീ പിന്നെ വന്നാൽ മതി, ഞങ്ങള് 3 പേരും കൂടെ തിരിച്ചു പോന്നു. ഞാൻ കരുതി എന്നെ കയറ്റിക്കൊണ്ട് പോകുന്ന കരുതി. നോക്കുമ്പോഴത്തേക്ക് എന്നെ ആർക്കും വേണ്ട. നന്ദു കൃഷ്ണന്റെ അടുത്ത് എന്നെ കൂട്ടുണ്ട് ചിന്നു പോയി അതായിരുന്നു ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വെഡിങ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അടി അതായിരുന്നു. ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാണണ്ടേ? മുല്ലശ്ശേരിയുടെ 2 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യുക, 6 മിനിറ്റ് റെസ്റ്റ് എടുക്കും. പിന്നെ ആനന്ദ് ഒരു പാവമായത് കൊണ്ട് ഇവിടെ നന്നായിട്ട് ഉപദ്രവിക്കും. നല്ല ഉഗ്രം ബ്ലോക്ക് ആണല്ലോ ഈശ്വര. കളക്ടറേറ്റിന്റെ അടുത്തല്ലേ, അപ്പൊ കളക്ടറേറ്റിന്റെ സമയം ഇത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യല്ലേ. നമ്മുടെ ജിമ്മ് കളക്ടറേറ്റിന്റെ ഓപ്പോസിറ്റ്. നമ്മുടെ അളകാപുരിയുടെ മുകളിലെ ബീഫിറ്റ് ആണ് നമ്മുടെ ജിം. ബീഫ് അല്ല, ബീഫിറ്റ്. അതാകുമ്പോഴത്തേക്കും ജിമ്മ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അളകാപുരിയിലെ നല്ല മീൻ ഫ്രൈയുടെയും ബീഫ് കറിയുടെ ഒക്കെ മണം വരും. അതാണ് വേറൊരു പ്രശ്നം. ഏരിയൽ യോഗ ഇപ്പൊ കുറച്ചാളായിട്ട് പോകുന്നില്ല. ഞാൻ കുറെ നാളായിട്ട് കൊച്ചിയിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നതാണ്, ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു. അതെ, ഓക്കെ. അപ്പം ഇനി ജിമ്മിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പം ഹാപ്പി ആനിവേഴ്സറി ടു അസ്. ജയിലി അസ് അസ് മോതിരമില്ലാതെ തെണ്ടി അസ്. ഓക്കെ ഗൈസ്, അപ്പം ജിമ്മിൽ പോയിട്ട് കാണാം. ഞങ്ങൾ 1 വർഷമായി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. എവിടെ റിങ്? റിങ്ങില്ലടേ, റിങ് ഒന്നും ഇല്ലടേ. ഏത് ആ സമയത്ത് വിളിക്കാനുള്ള ബന്ധമില്ലായിരുന്നു ഞാൻ ഇവിടെ തമ്മിൽ. അതെ അതെ, ബാ നീ വർക്കൗട്ട്. എൻഗേജ്മെന്റ് വരും. എൻഗേജ്മെന്റ് രാവിലെ കാർഡ് ചെയ്യണമെന്നാണ്. ഇതെന്താ ബാഗൊക്കെ? രാവിലെ സൺസ്ക്രീൻ ഉപയോഗിച്ച് തിരിച്ചു വളർത്തുള്ളൂ. രാവിലെ വരാറില്ലല്ലോ, അതുവരെ സൺസ്ക്രീൻ ഇല്ലല്ലോ. ഇപ്പൊ സൺസ്ക്രീൻ കൊണ്ടൊക്കെ വന്നേക്കാം. സൺസ്ക്രീൻ ഇട്ടാ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? നീ എപ്പോഴാ വന്നേ? മുടിയൊക്കെ സർപ്രൈസുകൾക്ക് വീക്കായ ഞാൻ. അതാ ഒരു പരിചയമില്ലാത്ത എന്നോട് എന്തിനാ ചിരിക്കണേന്ന്. പുള്ളി നാണം കൊണ്ട് ഇരിച്ചതാ. സ്പെല്ലിംഗ് ഇല്ലല്ലോ. ഹാപ്പി ഫസ്റ്റ് എൻഗേജ്മെന്റ് ആനിവേഴ്സറി. ഫസ്റ്റ് എവിടെടാ? ഫസ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് നീ എടുത്തില്ലടാ. ഇല്ല, അതാണ് ഫസ്റ്റ്. ആദ്യത്തെ എൻഗേജ്മെന്റ് ആദ്യത്തെ കേക്ക് കട്ട് ചെയ്യാൻ സഹായിച്ചതിന് ആനന്ദ് വി കാര്യേട്ടനോടും നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തി. കേക്ക് കഴിക്കുന്നുണ്ടല്ലേ? അതെ, മൂക്കത്തൊന്നും ഇരിക്കുന്നല്ലോ. ഗ്ലൂക്കോസ് പൗഡർ കണ്ടാ
കേക്ക് തന്നാൽ മാത്രം പോരെ, ഒരു 5 രൂപ മുട്ടായെങ്കിലും മേടിച്ചു തരണം. മനസ്സിലായി? മോയനാണോ കുയിലാണോ? അപ്പുറത്തെ താറാവോ? അപ്പുറത്തെ താറാവ് അപ്പൊ ഇത് അവീതവാ. പട്ടച്ചാരായ നശിപ്പിച്ച് പിടിച്ചോ. ദേ അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് മുല്ലശ്ശേരിയെ കൊണ്ടുവിട്ടിരിക്കുകയാണ്. ദേ ടാറ്റയൊക്കെ പറഞ്ഞ മുല്ലശ്ശേരി പോകുന്നുണ്ട്. കയ്യിൽ രാവിലത്തെ ഇഡ്ഡലി. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗോപികയുടെ അടുത്ത് പോയിട്ട് ഫ്ലാറ്റിൽ പോയി ഒന്ന് കുളിച്ച് ഗോപികയുടെ അടുത്ത് പോവാം. അങ്ങനെ അതേ വൈകുന്നേരം ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ഗോപികയുടെ അടുത്തോട്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ വന്ന് പിന്നെ അതിൽ പെട്ടുപോയി. അങ്ങനെ ഞാൻ ദേ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഗോപികയുടെ അടുത്ത് പോകണം. ഗോപികയെ വിളിച്ചിട്ട് വേണം എന്താണ് ചിന്നൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ. രാവിലെ ഈ പറഞ്ഞ പോലെ ചെറിയ ഡിയോഡ്രൻ്റ് കൊടുത്തെങ്കിലും പക്ഷെ അതല്ല, ഇവളും ഇനും പെരുസ ഏതാത് കൊടുക്കണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിലും സ്റ്റിൽ ഒരു നല്ലൊരു സാധനം മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗോപികയും കൂടെ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ നേരെ ഗോപികയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അവളിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പം കൊച്ചുവട്ടം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഗോപിക ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗോപിക എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങളൊരിക്കൽ ട്രിവാൻഡ്രത്ത് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഗോപികയുടെ ഹസ്ബൻഡാണ് കൊച്ചുവട്ടൻ. അപ്പം ഞങ്ങളറിയുന്നുള്ള എല്ലാവർക്കും അറിയാം അവരെ. അപ്പം നേരെ അവിടെ പോയി ഗോപികയെ കൂട്ടിയിട്ട് വേണം ഗോപികയുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഗോപികയുടെ അടുത്ത് എന്താ നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ സർപ്രൈസായിട്ട് എന്താ കൊടുക്കാൻ പറ്റുക എന്ന് ഗോപികയുടെ അടുത്ത് വേണം ഡിസ്കസ് ചെയ്യാൻ. എന്നിട്ട് വേണം ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ. എന്നിട്ട് അത് വേണം ചിലവിന് മേടിച്ചു കൊടുക്കാൻ. എന്താ മേടിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ സർപ്രൈസിലൊന്നും അത്ര ഭീകരനല്ല. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഈ സർപ്രൈസ് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നതെന്നും. രാവിലത്തെ തന്നെ എങ്ങനെയൊക്കെയോ വർക്കൗട്ടായി. അത് ആനന്ദമൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം. അപ്പോൾ നമുക്ക് നേരെ ഗോപികയുടെ അടുത്ത് പോവാം. ഇവിടെ ആണെങ്കിൽ നല്ല ഉഗ്രം ബ്ലോക്കും. കൊച്ചിയിലെ ബ്ലോക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ഗോപികയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് ഇത് ഗോപികയും ഗോപികയുടെ കണവനുമായി വരുന്നുണ്ട്. ആദ്യം ദേ കണവൻ വരുന്നുണ്ട്. ഗോപിക വന്നു. ഡോർ ലോക്ക് ആയതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. ഡോർ തുറക്കുന്നു. ഇതാണ് എൻഗേജ്മെന്റ് വ്ളോഗ്. എൻഗേജ്മെന്റ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻഗേജ്മെന്റ് വ്ളോഗിന് രാവിലെ വരാന്ന് പറഞ്ഞവൻ ഞാൻ ഹോസ്പിറ്റലിൽ തലയിൽ കുത്തിവെക്കാൻ പോയി. ഹോസ്പിറ്റലിൽ ഒരു സൈഡ് നിറഞ്ഞു നോക്കി കൊച്ചുവട്ടം കയറി ഇരുന്നപ്പോ ഒരു സൈഡ് കാണാനില്ല. ഞാനിവിടെ കുഞ്ഞും. അതെ, ഇപ്പൊ മനസ്സിലായില്ല. ഇത് ഗോപിക, ഇത് കൊച്ചുവട്ടൻ. നമ്മൾ അന്ന് കല്യാണത്തിന് പോയ അവർ. ഇനിയാണ് നമ്മൾ എന്താണ് അവൾക്ക് മേടിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ മാറി മാറി ആലോചിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ത് വാങ്ങിക്കണമെന്ന്. പക്ഷെ എന്ത് വാങ്ങിക്കണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നിമ്മിയെ വിളിച്ചു നോക്കുകയാണ്. നിമ്മി പറ, എന്താണ് നമ്മൾ മേടിക്കുന്നത് ചിന്നുവിന്? അതെ, ഒരു ഭാര്യ എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് താങ്കളുടെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അതെ, പ്രേക്ഷകരോടും കൂടെ പറയും. പ്രേക്ഷകരോടും പറയും. നിമ്മി ഹൃദയത്തിൽ സ്റ്റെന്റ് വയ്ക്കുന്ന ഡോക്ടറാണ്. നിമ്മിയെ കൊണ്ട് ഒരു ഹൃദയത്തിൽ ഒരു സ്റ്റെന്റ് വയ്പ്പിക്കട്ടെ. ഇവിടെ സൈഡ് വയ്ക്കാല്ലേ, ഇപ്പൊ ഒരു 4 പേര് ഇരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. എന്താ 24 മണിക്കൂറും കാറിലാണ് കറങ്ങുന്നത്. ഇനി അവള് ബാഗും തൂക്കി ബാഗ് സ്ലിംഗ് ബാഗടാ, ഇങ്ങനെ സൈഡിൽ കൂടെ തൂക്കണത്. അതെവിടെ കിട്ടും? അതെല്ലാ കടയിലും കിട്ടും. അത് മതിയാ? പക്ഷെ അവള് സ്ലിംഗ് ബാഗ് ഇടും. ക്ലച്ച് ക്ലച്ച് എന്ന് പറഞ്ഞാൽ മറ്റേ കാലി ചവിട്ടണല്ല, ക്ലച്ച് പേഴ്സ്. ക്ലച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. മണിക്കൂർ ഒന്നായറേ വണ്ടി സ്റ്റെന്റ്, ഹൃദയത്തിൽ സ്റ്റെന്റ് വയ്ക്കാൻ. ഈ 1.5 മണിക്കൂർ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് എന്റെ പെട്രോൾ പാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഡയമണ്ട് പലക മേടിച്ചു കൊടുത്താണ്. 1.5 മണിക്കൂറുള്ള ഡിസ്കഷനുകൾക്ക് ശേഷം നമ്മൾ എന്ത് മേടിക്കുന്നു ഗോപികയെ? ചെരുപ്പ് മേടിക്കുന്നു. എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് ചെരുപ്പ് കൊടുത്ത് യുവാവ് മാതൃകയായി. കൂടെ സുഹൃത്തുക്കളും. അത് നമ്മൾ ഒബ്രോണിൽ വന്നിട്ടുണ്ട്. അതെ, ഹീലുള്ള ചെരുപ്പ്. അവള് 8 അടി പൊക്കത്തിൽ നടക്കണം. നമ്മൾ ഒബ്രോണിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ മുകളിൽ പോകുന്നു. റിലയൻസിൽ നിന്ന് ഒരു ചെരുപ്പ് മേടിക്കുന്നു, കേക്ക് മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു. അപ്പോൾ നമുക്ക് ചെരുപ്പ് മേടിക്കാൻ പോകാം. കമാൻ.
എവിടെ ഗോപിക പറഞ്ഞ പ്രകാരം പേലസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചെരുപ്പ് മേടിക്കുന്നതാണ്. ഗോപിക അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. നോക്കട്ടെ, മറിഞ്ഞു പോരുത്, സാധനം കാണിക്കും. നോക്കട്ടെ. ഇതോ ഇതൊക്കെ നമുക്ക് അടി ഉണ്ടാക്കുമ്പോ ഇതെടുത്ത് തലക്കടിക്കാൻ കൊള്ളാം. നിനക്ക് ഓക്കെ, പക്ഷെ ഇത് അവളിടുവോ? ഹീൽസ് ഒക്കെ ആയിട്ട് പോകാൻ പോവുകയാണ്. അതാകുമ്പോൾ തലക്കടി കിട്ടാൻ എളുപ്പമുണ്ട്. ഗോപി നടക്കുന്ന നോക്കട്ടെ. ഒരു ക്യാറ്റ് വാക്ക് അങ്ങോട്ട് നടക്കുക ഗോപിക്ക്. അത് കൊള്ളാല്ലേ? പക്ഷേ ഇത് പംസ് ആണ്, കാല് വേന എടുക്കും. നോക്കട്ടെ, നോട്ട് ഗുഡ് ഫോർ ലോങ് ടേം വാക്സ്. അടി കിട്ടിയ വേന എടുക്കും. നോക്കട്ടെ. അടി കിട്ടിയല്ലേ? റീട്ടിയ നല്ല വേന എടുക്കും. എനിക്ക് വേണ്ട, വേറെ. അടിപൊളി. ആ മനസ്സിലായി, നല്ല രസമുണ്ട്. ഊരി തന്നെ നോക്കട്ടെ. എന്റെ കാലുകൾ ഇങ്ങനത്തെ. ഇത് അടിപൊളിയല്ലേ? ഇതും എറി കിട്ടിയാൽ നല്ല വേദന ആയിരിക്കൂലേ? എന്ത് എറി കിട്ടിയാലും വേദന ആയിരിക്കും. അടിയും കിട്ടുമല്ലോ. ഇത് കൊള്ളാം. അങ്ങനെ അതെ, ഒരുപാട് തപ്പി നടന്ന് ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ചിന്നുന്റെ എൻഗേജ്മെന്റ് ഗിഫ്റ്റ്. ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, സർപ്രൈസ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്തായാലും ഇതിൽ ഉറപ്പിക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മൾ ആ നേരത്തെ കണ്ട ഷൂസല്ലോ ചെരുപ്പും മേടിച്ച് കൂട്ടത്തിൽ ഗോപിക്ക് ഒരു ഐസ്ക്രീമും മേടിച്ച് ഞങ്ങൾ നേരെ ചിന്നുവിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അവിടെ ഡോണും ദീപ്തി ചേച്ചിയായിട്ട് കേക്കുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ചെല്ലുന്നു. എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു കേട്ടോ, എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പുറത്താന്നൊക്കെ പറഞ്ഞ് ബേളം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ സർപ്രൈസ് ആയിരിക്കും. നീ ജോലി ഉണ്ടെന്ന് പറഞ്ഞു രാത്രി വരെ. നിനക്ക് രാത്രി വരെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ ഒരു സർപ്രൈസ് കൊടുത്തായിരുന്നു നമ്മള് ജിമ്മിൽ കൊണ്ടുപോയി കേക്ക് കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ സർപ്രൈസ്. എനിക്ക് സർപ്രൈസ് ചെയ്യാൻ അറിയത്തില്ല എന്ന് ചില തെണ്ടികൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇത്തവണ അതെല്ലാം ചിന്നു തന്നെ. ഇത്തവണ അതെല്ലാം ഞാൻ വെട്ടിക്കടത്തി ഇത്തവണ സർപ്രൈസുകളുടെ മേളവുമായിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ്. ചെരുപ്പ്, എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെരുപ്പ്. അതും എറിഞ്ഞാ ചത്തു പോകുന്ന ചെരുപ്പ്. അപ്പൊ ഹീൽഡ് ചെരുപ്പ്. എറി ആരെ വേണമെങ്കിലും അറിയാം. നിങ്ങളെയോ ഇങ്ങനെയോ ആരെ വേണമെങ്കിലും അറിയാം. അപ്പൊ ഇനി നേരെ DLF-ലോട്ട് പോകുന്നു. ഇനി മുല്ലശ്ശേരിയുടെ സർപ്രൈസ്. നമ്മളിത് അല്ല സാധനപ്പല്ല, സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രീവിദ്യയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ശ്രീവിദ്യന്നേ വരുന്നുണ്ട്, ചിന്നുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചിന്നു കുളിക്കുകയാണെന്നാണ് അവസാനമായിട്ട് കിട്ടിയ റിപ്പോർട്ട്. അതെ, സൗണ്ട്. അതിന് നമ്മൾ ഇനിയല്ലേ ആ ഒരു കുറേയും കേട്ടിട്ടുണ്ടോ? അല്ല പട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഇനി ചൂടാമണി അല്ലാതെ ഇനി ജീവിതത്തിൽ ഒരു പട്ടിയെ പറ്റി ചിന്തിക്കാൻ വേണ്ടി നമ്മളത് ലിഫ്റ്റ് കയറി പോകാൻ പോവാണ്. വേറൊരാളെ കാണിച്ചു തരാവേ. ചിന്നുവിൻ്റെ ഫ്ലാറ്റിലും ഷിയാസ്, എവിടെ பார்த்தாലും ഷിയാസിക്കയുടെ പല പോസുകളുണ്ട്. ദേ കയറി വരുന്ന ഷിയാസിക്ക, അവിടെ കയറി വരുന്ന ഷിയാസിക്ക. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കയറാൻ പാ. നമുക്ക് ആദ്യം നേരെ ഡോണിൻ്റെ അടുത്തോട്ട് പോവാം. 20 നോക്കിയോ? 20 അത് 2 ചേട്ടൻ നോക്കിയോ? നമ്മൾ ആദ്യം ഡോണിൻ്റെ അടുത്ത് പോകും. ഡോണ്ടയിലാണ് കേക്ക് ഉള്ളത്. എന്ത് പറയുന്നത്? 2 ഒരുമിച്ച് വെച്ചോ? നമ്മളത് അൽറീമിന്ന് ഒരു ലോഡ് ചിക്കൻ മന്തിയും മട്ടൻ മന്തിയും മേടിച്ചിട്ടുണ്ട്. ഞാനും ചിന്നു ഡയറ്റിലാണ്. നമ്മൾ കഴിക്കുന്നത് നോക്കി വെള്ളം നമ്മൾ കഴിക്കും. കുഴിമന്തിക്കുള്ള. അതെ നമ്മളത് അപ്പൊ അങ്ങോട്ട് പോവാണ്. ചിന്നുന്റെ ചെരുപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആദ്യത്തെ ഏറി എനിക്ക് തന്നെയാണോന്ന് അറിയത്തില്ല. നോക്കാം. നല്ല മുറിയും ചേടാ. നിന്നെ കാണാൻ ഇതിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോണിന്റെ ഫ്ലാറ്റിൽ കേക്ക് നോക്കാൻ വന്ന അതേ ചേച്ചി ഓടിക്കളായിരുന്നു. അനദർ പ്രിറ്റി വുമൺ ഹിയർ. ദിവ്യ ചേച്ചി, സേ ഹായ്. സോ വെൽക്കം ടു യോളോ ബൈ ശ്രീവിദ്യ മുല്ലശ്ശേരി. ഇതാണ് നമ്മുടെ എൻ്റെ അമ്മേ രാഹുൽ ആൻഡ് ചിന്നുവാണ്. ബേസിക്കലി നന്ദു ആൻഡ് ചിന്നുവാണ് വരാറുള്ളത്. അത് കുഴപ്പമില്ല. വാട്ട് ഈസ് ദിസ് ടു? ചേച്ചിക്ക് നാണമൊക്കെ ബ്ലഷിങ്. പറഞ്ഞു കൊടുക്കൂ ഗോപി എങ്ങനെയാണെന്ന്. അതെ, സോ അതാണ് നമ്മുടെ കേക്ക്. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ചെയ്തിട്ടുണ്ട്. അൽഡ്രീം ഗിഫ്റ്റ്. ദീപ്തി ചേച്ചി മുഖത്ത് നോക്കാതെ പോകുന്നു നോക്കി. ദാറ്റ്സ് ഓക്കെ ദീപ്തി ചേച്ചി. അങ്ങനെയൊക്കെയാ പണ്ടൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. ദീപ്തി ചേച്ചി ഓടുന്നു. ഡോണും കൊച്ചുവേട്ടനും അവിടെ ഉണ്ട്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോകും. ബാക്കി താഴെ പോയിട്ട് നമുക്ക് നോക്കാം. ഇതേ കൊച്ചുവേട്ടൻ. ഇവിടുത്തെ വ്യൂ അതിഗംഭീരമാണ്. അയ്യോ ഗോപിയെ എന്ത് രസമാണെന്നറിയാം അവിടെ നിന്നേ. ദീപ്തി ചേച്ചി ഇങ്ങോട്ട് നിന്നേ. നല്ല രസം ഇവിടെ നിന്ന് കാണാൻ. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. നല്ല
നല്ല വ്യൂ ആണ് ഡോണിന്റെ അവിടെ. ചിന്നുവിന്റെ അവിടെ നിന്ന് അത്ര നല്ല വ്യൂ ഇല്ല. മൊത്തം കാണാം അതെ, കൊച്ചിയും ദേ ഇരിക്കുന്ന ഒരു എച്ചിയും. എന്റെ ഭർത്താവിനാണ് ഉദ്ദേശിച്ചത്. അല്ല, ഭർത്താവ് ദേ ഇരിക്കുന്നു. സോ അപ്പം നമ്മൾ നേരെ താഴോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ ലിഫ്റ്റ് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്, പെയിന്റിങ് നടക്കുന്നുണ്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ചിന്നു. മലയാളി ആണോ? മലയാളി അല്ലേ? ഇന്ന് മനസ്സിലാക്കാം. മലയാളിയാണോ അല്ലേ? കളിച്ച് മനസ്സിലാക്കാം. രണ്ടെണ്ണം കഴിഞ്ഞാൽ ഓക്കെ 18, 17. ഈ വർഷങ്ങളിൽ കല്യാണം കഴിക്കണം കേട്ടോ. അടുത്തോട്ടെ എൻഗേജ്മെന്റും മോതിരം ഒക്കെ ആയിട്ട്. ഇല്ല, അത് കുഴപ്പമില്ല. പിന്നെ ആറ് കുറയുന്നത് പോലെ കമ. അങ്ങനെ ചിന്നുവിന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സിനിമയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ലാലേട്ടന്റെ ശബ്ദമുണ്ടോ? അതെ, ലാലേട്ടനുണ്ടോ? Happy engagement anniversary. Happy engagement anniversary. ഹാപ്പി. എന്താണ് ഒരു സർപ്രൈസ് ഇല്ലാത്ത? നിനക്കെന്താ ഒരു സർപ്രൈസ്? എങ്ങനെയാ? ഓ, ഞാൻ പേടിച്ചു നേരത്തെ. ഒരു ഇന്റർവ്യൂ ആണായിരുന്നു. ശംഭു ഇല്ല ഇതില്? ശംഭു ആണല്ലോ. ഓക്കെ, അപ്പൊ ചിന്നു ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ബ്ലോഗിന്റെ ഇത് ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഗിഫ്റ്റ്. തുറന്നു നോക്ക് ധൈര്യമായിട്ട്, പേടിക്കത്തക്ക രീതിയിലൊന്നുമില്ല. എറിയരുത് കേട്ടോ. തുറന്നു നോക്കിയേ. ബസ് മോക്കിട്ട് ചന്ദനമൊക്കെ ഇട്ട് ഭയങ്കര. ഇത് എറിഞ്ഞാൽ ആളെ മരിക്കുമെന്ന് നോക്കട്ടെ. ഡോണർ എറിയണത് എങ്ങനെയുണ്ട്? ഒന്നെങ്കിൽ ദീപ്തി ചേച്ചി വന്നു, അല്ലെങ്കിൽ പിങ്കി വന്നു. പിങ്കി നിമ്മി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കാണിച്ചത്. ചേട്ടന് എല്ലായിടത്തും, ചേട്ടൻ എവിടെ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തരും. ചേച്ചി ഇത് ചേട്ടൻ മാത്രമല്ല, ഇത് ചേച്ചിയുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി കൊണ്ടുതരും. നീ കുറച്ചു നേരം കൊച്ചുവട്ടം ക്യാമറ പിടിക്കേണ്ടതാണ്. ക്യാമറമാൻ ദീപ്തി ചേച്ചി ബുദ്ധിപരമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാനിരിക്കും. അയ്യോ ചിന്നുവേ, അങ്ങനെയല്ല ഇത് ഇത് ചൂട് പ്രസവിക്കാൻ ഇങ്ങനെയാണെന്ന്. ഫാഷൻ ഷോ ആണോ ഇത്? നീ ഇറങ്ങിയോടെ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതാണ്. കുറെ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാരും ഒന്നിച്ചു കൂടണല്ലേ? എല്ലാരും ഇല്ല, പക്ഷെ എങ്കിലും ഉള്ളവരൊക്കെ ഉണ്ട്. ഒരുപാട് പേര് മിസ്സിംഗ് ഉണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻഗേജ്മെന്റിന് എന്തിനാണ് നമ്മൾ സ്റ്റെപ്പ് വെച്ചാണല്ലോ കല്യാണത്തിലോട്ട് വന്നത്. അതേപോലെ നീ പൊക്കത്തിലോട്ട് വന്ന് അടുത്ത സ്റ്റൂള്. ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി. ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറി. ഓക്കെ, അതുപോലെ പയ്യെ. മുഖത്തൊന്നും കേക്കില്ല. കാര്യം ഓ എന്റെ അമ്മേ, ഒരുപാട് വർഷം ലൈഫ് ഭയങ്കര പീസ്ഫുൾ ഈ വർഷം എങ്കിലും കല്യാണം കഴിക്കാം. ഇഷ്ടപ്പെട്ടോ? അതായിരിക്കും.
ഉണ്ടാക്കി ഞാനുണ്ടാക്കില്ല. ഇവിടുന്ന് തുടങ്ങാം. മൂത്തവരിലെന്ന് പറഞ്ഞല്ലോ വരും മൂത്ത ചേച്ചിക്ക് ഞാൻ എടുക്കട്ടെ വീഡിയോ. ഈ മൂത്തവരായിരിക്കും മൂത്തവനായത് ഇനി ചേച്ചി അവിടെ നിൽക്കുന്ന കാണിക്കുന്നത്. അതിന് മൂത്തത് വേറെ ഇവിടെ ആളുണ്ട്. ഗോപിക്കാണ് ഗോപിക മൈ സിസ്റ്റം. ഇത് ഞാൻ തിരിച്ചെടുത്തോളാം. ഞാൻ ഇങ്ങനെ എടുത്തോളാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഗോപിക്ക് കൊടുത്തു. No. അവിടെയായിരുന്നു അടിപൊളി ലൈറ്റ്. അവര് ഡയറ്റിലാണ്, തിരിച്ചു കൊടുക്കരുത്. ഒരു വീഡിയോ ഞാൻ രാവിലെ കൊടുത്തില്ല. അതെടുക്ക്. എന്റെ ബ്രോ എന്നാ മുരിങ്ങാക്കോല തുറക്ക്, കേക്ക് കൊടുത്തിട്ട് നിർത്താം. എന്റെ മുരിങ്ങാക്കോല് എടാ നിക്ക് ചേട്ടൻ ട്രാൻഡ്രത്ത് എനിക്ക് എന്താ കൊണ്ടുവന്നേക്കണ മുരിങ്ങാക്കോല്. ഭഗവാന്റെ ഇതാണ് ഞാൻ പാട്ട് പാടിക്കൊണ്ട് അയ്യോ ഇടത് കൈകൊണ്ട് ഭഗവാന്റെ ഓണമില്ലേ പത്മനാഭസ്വാമി. ഇപ്പൊ കിട്ടി. ആണോ? അതെ ഭയങ്കര പാടാണ് കിട്ടാൻ. നേരത്തെ ബുക്ക് ചെയ്യൊക്കെ വേണ്ടേ? ഇപ്പൊ കൊടുക്കത്തില്ല. അടിപൊളി ചേട്ടാ അടിപൊളി. പപ്പാമ്മ കാണണ്ട കേട്ടോ. ഞാൻ ഭയങ്കര വിഷ്ണു ഭക്തിയാണ്. ഞാൻ വന്ന് എടുത്തോണ്ട് പോകും. അറിയാലോ, നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് നല്ലൊരു കിട്ടല്ലേ. അങ്ങനെ പോവില്ല. സോ അപ്പൊ അങ്ങനെ ഒരു എൻഗേജ്മെന്റ് ആനിവേഴ്സറി കൂടെ ആയിരിക്കുന്നത്. ഈ വർഷം കല്യാണം കഴിക്കണം കേട്ടോ. എന്തായാലും അവിടെ എല്ലാം തൂക്കി വെക്കണം. എല്ലാം കാണത്തക്ക രീതി വെക്കണം. അവിടെ വയ്ക്കും. അതെ, 2 ആനിവേഴ്സറി നടത്താൻ വയ്യ. ഈ വർഷം തന്നെ കല്യാണം കഴിക്കണം. കല്യാണം ഈ വർഷം എന്തായാലും കല്യാണം. ഇനി മാറ്റങ്ങളൊന്നുമില്ല. അപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ഫാമിലിക്കും, ഡോൺ ചേട്ടനും ദീപ്തി ചേച്ചിക്കും കൊച്ചുവേണ്ണനും ഇനി അയ്യോ ഒരു കുറെ പേരുകൾ പറയാനുണ്ട്. കൃഷ്ണോ, ക്രിസ്റ്റി, ഉണ്ണി, അമൽ, നിമ്മി, അശ്വിൻ, അഖിൽ. നിമ്മിയെ കാണിച്ചായിരുന്നു. നിമ്മിയായിരുന്നു ഇടയ്ക്ക് മറ്റേ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു ചെരുപ്പിന്റെ കാര്യത്തിലോട്ട്. നിമ്മിയാണ് അവസാനം ചെരുപ്പിലോട്ട് എത്തുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഈ വർഷം നമ്മൾ എന്തായാലും കല്യാണം കഴിക്കും. അതേത് മാസം ഞങ്ങൾ കെട്ടില്ലേ, ഞങ്ങളെ കൊണ്ട് കെട്ടിക്കും. അതെ, അതുകൊണ്ട് ഈ വർഷം എന്തായാലും കല്യാണമുണ്ട്. കല്യാണത്തിന്റെ ഡേറ്റും മന്തും നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഭക്ഷണം അതൊക്കെ കാണിച്ചായിരുന്നു. അല്ലറിയും ഇനി ഇതാണ് പരിപാടി. ഇതാണ് മലയാളിയാണോ? ഡോൺ പുതിയ കളിയായിട്ട് വന്നിട്ടുണ്ട്. ബ്ലഫൊക്കെ നിർത്തി. ഇത് ഗെയിമാണ്. ബ്ലഫിന് പകരം ബ്ലഫ് കളിച്ച് മടുത്തോണ്ട് ഇന്ന് മുതൽ മലയാളിയാണോ? നിങ്ങൾ മലയാളിയാണോ? ഞങ്ങൾ മലയാളിയാണോ? മലയാളി അങ്ങനെയല്ല, നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. ആത്മഹത്യക്ക് ഞാൻ പങ്കില്ല. അപ്പൊ താങ്ക് യു. ബൈ ബൈ ചിന്നു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ ജീവിതം പരിപുഷ്ടമാക്കുക. അപ്പൊ താങ്ക് യു. ബൈ ബൈ. ഒരു സെൽഫി ആയിട്ട് തിരിച്ചെത്തിയോ? എല്ലാരും കൂടെ ഒരു ബൈ ബൈ പറഞ്ഞു. കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ നിർത്തോളാം. ഓക്കെ. അപ്പൊ ഇവിടെ എല്ലാം എനിക്ക് കാണാം ഇവിടുത്തെ. അപ്പൊ ബൈ ബൈ. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി ടു അസ്. ചലോ ബൈ.